മച്ചാമാരെ മീനെ കിട്ടിയെന്ന് പറയാനാണ്. അമ്മ അപ്പോൾ പോയി നോക്കാൻ പോണേന്. എടാ മീനെ കിട്ടിയാ? എടാ മീനെ കിട്ടിയില്ലേ? പോയാ? അയ്യോ പണി പാളിയല്ല മച്ചാനെ. മച്ചാമാരെ ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പറമ്പിലേക്കാണ് വന്നത് മച്ചാമാരെ. ഈ കാണുന്ന എൻ്റെ ബൈക്കാണ്. ആദ്യമായി മേടിച്ചെന്ന ബൈക്കാണ്. നല്ലൊരു ബൈക്കാണ്, പ്ലാറ്റിനാണ്. മച്ചാമാരെ ഈ പുറകെ കാണുന്ന തോട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടാണ്. ഓണിത്തോട് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഈ വണ്ടിക്ക് 3-4 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യമായി പറയണമെങ്കിൽ ഹാൻഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, പിന്നെ ഹോണ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അനിയനാണ്, അതുൽ എന്നാണ് പേര്. ഇത് സക്കു അവൻ്റെ കൂട്ടുകാരനാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കുന്ന സ്ഥലം. ഇത് വീടിൻ്റെ അടുത്തുള്ള ആൾ. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കാറുണ്ട്. നല്ല അത്യാവശ്യം നല്ല വലിയ തോടാണ്. അച്ചാമാരിൻ്റെ എന്താ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് അവധിയാണ്ടാണ് ഈ വ്ളോഗ് എടുക്കാൻ പറ്റണത് തന്നെ. പീസുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വന്നാൽ മതി. നല്ല അടിപൊളി സീനറിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. മച്ചാന്മാർ നമ്മളെ അന്യന്മാർ ഇവിടെ തവളയില പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അമ്മമാർ മീനെ പിടിക്കാൻ വേണ്ടിയുള്ള തവളയില നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ നേരത്തെ കുത്തിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ തവളയില പിടിക്കാൻ വേണ്ടി വന്നേക്കണം അമ്മമാർ. അവിടെ തവളയില കിട്ടിയാ? എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീനെ പിടിക്കണ്ടേ. അതിൽ നമുക്ക് തവളേനെ കിട്ടിയിട്ടുണ്ട്. കുറേ നേരത്തെ കഷ്ടപ്പാടിലാണ് ആ തവളേനെ കിട്ടിയത്. അപ്പോൾ തവളേനെ കോർക്കണ സീനാണ് ഇപ്പോൾ കാണുന്നത്. മച്ചാന്മാരെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറമ്പൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ കറങ്ങി നടക്കാം, അടിപൊളിയാണ്. മച്ചാന്മാരെ ഞങ്ങളുടെ സ്പോട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ട്. അടിപൊളിയാണ്. ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയാണ്. ഇവിടെ നല്ല ആംബിയൻസാണ്. ഇവിടെ വന്നിരുന്നാൽ നല്ല പീസ്ഫുള്ളാണ്. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കൂട്ടുകാരായിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ അടിപൊളിയാണ്. ഇങ്ങനെ നല്ല ചുറ്റും നല്ല തണൽ, അടിപൊളിയാണ്. മച്ചാന്മാരെ അപ്പോൾ ഇവിടെ ഭായിമാരൊക്കെ മീൻ പിടിക്കാൻ വരാറുണ്ട്. ഇതാണ് പുള്ളിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മീനെ കിട്ടാറുണ്ട്. പുള്ളി കാലത്തെ വന്ന് മീനിടും. ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടി വരും. പുള്ളി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭായിയാണ്. മച്ചാന്മാരെ നമ്മുടെ തോടിൻ്റെ ഭംഗി നോക്കി, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. അപ്പോൾ മച്ചാന്മാരെ എനിക്ക് ഈ വ്ളോഗ് എടുക്കാൻ പറഞ്ഞത് ഇവന്മാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കുക. എന്താണ് മീനെ കിട്ടുമോ? ദൈവത്തിനറിയാം മീനെ കിട്ടുമെന്ന് പറയണം. അമ്മമാർ കുറേ പരിശ്രമിക്കുന്നുണ്ട്, കിട്ടണില്ല. അമ്മമാരെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കിച്ചു നീ എവിടെ പഠിക്കണേ? എത്രല്ല പഠിക്കണേ നീ? സക്കു നീ എവിടെ പഠിക്കണേ? എത്രല്ല പഠിക്കണേ? +1. എടാ ആദ്യം നീ എത്രല്ല പഠിക്കണേ? എത്രല്ല പഠിക്കണേന്ന്? എവിടെ പഠിക്കണേ? ഇതാണ് നമ്മുടെ മീനെ കിട്ടുന്ന സ്പോട്ട്. ഇവനാണ് മെയിൻ ആൾ. ഇതിൻ്റെ വേറെ കഴിവില്ലെങ്കിലും മീനെ പിടിക്കാനുള്ള ഭയങ്കര കഴിവാണ്. ആദ്യം എന്നാണ് അവൻ്റെ പേര്. ഇവിടെ മരപ്പട്ടിയാണല്ലോ ഇവിടെ. ചാമാരെ ഇവിടെയാണ് കുറുനരി കോഴീനെ പിടിച്ചു കൊണ്ടിട്ട് കഴിക്കണത്. പപ്പും പൂടെയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ മിക്ക ദിവസം കുറുനരിയുടെ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. ചാമാരെ ഈ കാണുന്ന മരത്തിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. ചെറുപ്പത്തിൽ നമ്മൾ ഈ മരത്തിലൊക്കെ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ മരമാണ്, അടിപൊളിയാണ്. ഇവിടെ അതിൻ്റെ പൊക്കത്തു നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തെങ്ങൊക്കെ മറിഞ്ഞു കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിറച്ചും വാഴയാണ്. നമ്മളിവിടെ വാഴയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ പാട്ടത്തിനെടുത്ത് ഇതാക്കിയേക്കാണ്. അപ്പോൾ മച്ചാന്മാരെ ഇത് ആലപ്പുഴയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണിത്. അപ്പം മച്ചാന്മാരെ ഇവിടെ നമ്മളെ വാഴക്കൊലയൊക്കെ ആയിട്ടുണ്ട്. വെട്ടാറായിട്ടില്ല. അപ്പോൾ എന്നാലും നമ്മളെ കൊലച്ച് നിൽപ്പുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഇവന്മാർ പറഞ്ഞ പോലെ മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ഭാഗ്യമാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്. അപ്പോൾ മച്ചാന്മാരെ നമ്മളെ മീൻകുട്ടനെ ഇവന്മാർ പൊക്കി, അടിപൊളിയാണ് കാണാനായിട്ട്. മീൻ്റെ പേരെന്താണ്? കറൂപ്പാണ്, കല്ലുരുട്ടി എന്നൊക്കെ പറയും. പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്.
ബക്കറ്റിലിട്ട് ബക്കറ്റ് ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂല ഇടിയുള്ളതായിരുന്നു കൊണ്ടുപോയ അച്ഛന്മാരെ എന്നാൽ എൻ്റെ ആദ്യത്തെ വ്ളോഗായതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.